നമ്മൾക്കിന്ന് ഭാരതീയ ന്യായ സംഹിത അഥവാ BNSനെ പറ്റി പഠിക്കാം. ഇന്ത്യൻ പീനൽ കോഡ് എന്ന പേരിൽ വർഷങ്ങളോളം അറിയപ്പെട്ടിരുന്ന നിയമം 2023 ഭാരതീയ ന്യായ സംഹിത എന്ന രീതിയിൽ പുതിയ നിയമമായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എങ്കിലും ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഏതാണ്ട് എല്ലാ വശങ്ങളും ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഒരേ സമയം നമുക്ക് IPCയും BNSും താരതമ്യം ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പം BNS എന്നുള്ള വാക്ക്, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ളതിൻ്റെ പുതിയ ഒരു പേരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ന്യായം എന്നതുകൊണ്ട് ജസ്റ്റിസ് എന്നുള്ളൊരർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. സംഹിത എന്ന് നമ്മൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ലീഗൽ കോഡ് എന്നുള്ളതാണ്, ഒരു നിയമമാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ സംഹിത എന്നാണ് എഴുതുന്നത്. നമ്മൾ സംസ്കൃതത്തിൽ ന്യായ സംഹിത എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷിൽ എഴുതുന്നത് ഭാരതീയ ന്യായ സംഹിത എന്നാണ്. അപ്പോൾ ഇതാണ് BNS എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അതിലേക്ക് ഒരുപാട് നിയമം എങ്ങനെ വന്നെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് കാണാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ നിയമങ്ങളുടെ ഒരു ഫ്രെയിം വർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ക്രിമിനൽ നിയമങ്ങൾ, ആ ക്രിമിനൽ നിയമങ്ങൾ ഓരോന്നിൻ്റെ സ്വഭാവം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഓരോ നിയമമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് BNSൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പം പ്രധാനമായും 3 ക്രിമിനൽ നിയമങ്ങളാണ് 2023 നിലവിൽ വന്നത്. BNS ഇന്ത്യൻ പീനൽ കോഡ് അഥവാ IPCയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നു, ഭാരതീയ ന്യായ സംഹിത. അതേപോലെ CRPC കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിനെ റീപ്ലേസ് ചെയ്ത് BNSS വന്നു, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറഞ്ഞാൽ നാഗരിക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സിറ്റിസൺ എന്നാണ്, പൗരൻ എന്നാണ്. അപ്പോൾ ഒരു സിറ്റിസൻ്റെ സെക്യൂരിറ്റി കോഡാണ്. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ പുതിയ പേരാണ് BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതാണ് BNSS. അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്ത് BSA വന്നു, ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് BSA. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആണ്, അല്ലെങ്കിൽ പ്രൂഫാണ്. അധിനിയം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നിയമം തന്നെയാണ്. അപ്പം ആ ഒരു എവിഡൻസ് ആക്റ്റാണ് BSA എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അപ്പം അങ്ങനെ 3 നിയമങ്ങളാണ് പുതിയ പേരുകളിൽ അവതരിപ്പിക്കപ്പെട്ടത്. അത് പഴയ നിയമത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ഡേറ്റിന് മുൻപ് നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയാണെങ്കിലും പുറത്തു വരികയാണെങ്കിൽ അവിടെ പഴയ നിയമങ്ങൾ തന്നെയായിരിക്കും പ്രാബല്യത്തിലുണ്ടാവുക. പക്ഷെ അതിന് ശേഷമുള്ള നിയമങ്ങൾ, അതായത് BNSും BNSSും BSAയും നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഈ നിയമങ്ങളായിരിക്കും ഉപയോഗിക്കുകയും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ പഴയ നിയമങ്ങൾ പൂർണ്ണമായി നമുക്ക് മറക്കാൻ പറ്റില്ല. പഴയതും പുതിയതും ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. ഏറെക്കുറെ പ്രൊവിഷൻസ് സെയിം ആണ്. അതിൻ്റെ സെക്ഷൻസിലൊക്കെ മാറ്റം ഉണ്ടാവും, പക്ഷേ അതിൻ്റെ കൺസെപ്റ്റിലോ ഐഡിയയിലോ കാതലായ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് താരതമ്യം ചെയ്ത് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായും ആദ്യം നമുക്ക് BNS അല്ലെങ്കിൽ പഴയ IPC എടുക്കാം. എന്താണ് BNSൽ അല്ലെങ്കിൽ IPCയിൽ ഉള്ളത്? ഇപ്പോൾ പ്രധാനമായും നമ്മൾ BNS എന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ IPC എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒഫൻസുകളെ പറ്റിയിട്ടാണ്, അതായത് കുറ്റകൃത്യങ്ങളെ പറ്റിയിട്ടാണ്. കുറ്റകൃത്യങ്ങൾ എന്താണ് ഒരു കുറ്റകൃത്യം, എന്ത് കാര്യത്തെയാണ് നമുക്കൊരു കുറ്റകൃത്യം എന്ന് വിളിക്കാവുന്നത്? നിയമത്തിൻ്റെ ഭാഷയിൽ എന്താണ് കുറ്റകൃത്യം? അപ്പോൾ എല്ലാ തെറ്റുകളും കുറ്റകൃത്യമാവണം എന്നില്ല, ഒരു ക്രൈം ആവണം എന്നില്ല.
പലതരത്തിലുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ റോങ്ങുകൾ ചിലത് സിവിൽ റോങ് ആവാം, ചിലത് ക്രിമിനൽ റോങ് ആവാം. അപ്പോൾ ക്രിമിനൽ റോങ്ങുകളാണ് ഈ ഒഫൻസുകൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ക്രിമിനൽ റോങ്ങുകൾ എന്നുള്ളത് എന്തൊക്കെയാണ് ക്രിമിനൽ റോങ്, അതാണ് പ്രധാനമായും BNSൽ കാണുക. ആ ക്രിമിനൽ റോങ്ങുകളും അതിൻ്റെ പണിഷ്മെൻറ്റുകളും അതിൻ്റെ ശിക്ഷാ നടപടികളുമാണ് BNSൽ ഉണ്ടാവുന്നത്. അപ്പം ഒരു ക്രൈമിൻ്റെ ഡെഫിനിഷന്, അതുപോലെ പെനാൽറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾക്ക് BNS എന്നുള്ള നിയമം പഠിക്കണം. അപ്പോൾ BNS അവിടെ നിൽക്കട്ടെ. BNSനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു നിയമം മാത്രം ഉപയോഗിച്ച് നമുക്ക് എല്ലാത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളെയും നമുക്ക് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇതൊരു സബ്സ്റ്റാൻറ്റീവ് ലോ മാത്രമാണ്. സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റൈറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ഡ്യൂട്ടി എന്നുള്ളത് എടുത്തു പറയുന്ന നിയമത്തെയാണ് സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പം BNS അല്ലെങ്കിൽ IPC ഒരു സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. പക്ഷേ നമുക്ക് കുറച്ച് പ്രൊസീജിയറൽ നിയമങ്ങളും കൂടി ആവശ്യമാണ്. അതായത് ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ എന്ത് നടപടിക്രമമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയാലേ അതിനനുസരിച്ചിട്ടുള്ള നടപടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പോലീസ് എന്ത് നടപടി എടുക്കണം, കോടതി എന്ത് നടപടി എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന മറ്റൊരു നിയമമുണ്ട്. ആ നിയമമാണ് BNSS അഥവാ പഴയ CRPC. BNSS ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത, അതാണ് BNSS. അപ്പോൾ അതൊരു പ്രൊസീജിയറൽ നിയമമാണ്, പ്രൊസീജിയറൽ ലോയാണ്. പോലീസും കോടതിയും സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ പറ്റിയാണ് BNSS പറയുന്നത്. ഇപ്പോൾ FIR മുതൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജുകളിലും അറസ്റ്റിലും ട്രയലിലും ഒക്കെ സ്വീകരിക്കേണ്ട പ്രൊസീജിയറാണ് BNSS നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ പാലിച്ച് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി അതിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രൊസീജിയറിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രൊസീജിയർ നിയമം കൂടെ ഉണ്ട്. അതാണ് BSA അഥവാ പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോൾ അവിടെ സാക്ഷ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആണ്, തെളിവാണ്. അപ്പം ഈ പ്രൊസീജിയറിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് തെളിവുകളായി കോടതി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് BSAയിൽ കാണുന്നത്. എന്താണ് തെളിവുകളായി കോടതി അംഗീകരിക്കുന്നത്. അപ്പോൾ ആ കോടതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തെളിവുകളെ പറ്റി പറയുന്ന നിയമമാണ് BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രൊസീജിയറൽ നിയമമാണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യം, ക്രിമിനൽ കേസുകളിൽ മാത്രമല്ല സിവിൽ കേസുകളിലും എന്താണ് തെളിവായി കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്ന നിയമം BSA തന്നെയാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് തന്നെയാണ് സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് ആ ഒരു രണ്ട് ഏരിയയിലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നിയമമാണ് BSA. അപ്പം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ BNSലും BNSSലും BSAയിലും കൂടെ കടന്നാണ് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുക. ഒരു വെർഡിക്റ്റ് കിട്ടാനായിട്ട് ഈ ഒരു റൂട്ടിലെല്ലാം സഞ്ചരിച്ചായിരിക്കും ഒരു കുറ്റകൃത്യത്തിൻ്റെ ഒരു മുമ്പോട്ടുള്ള പോക്ക്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ക്ലാസ് ശരിക്കും BNSനെ പറ്റി മാത്രമാണ്. അപ്പോൾ ഈ 3 നിയമങ്ങളെ പറ്റി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് BNSലേക്ക് പോവാം. BNS മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞതാണ് BNSൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരു BNS എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭാരതീയ ന്യായ സംഹിത എന്നും സംഹിത എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഒന്ന് സംസ്കൃതവും മറ്റൊന്ന് ഇംഗ്ലീഷിലേക്ക് ആ സംസ്കൃതത്തെ മാറ്റി എഴുതുമ്പോൾ വരുന്ന ഒരു വാക്കെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം സംസ്കൃതം എന്ന് പറയും, അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് സാൻസ്ക്രിറ്റാണ്. അപ്പോൾ അവിടെ സംസ്കൃതത്തിലെ M മാറി സാൻസ്ക്രിറ്റിൽ N ആയതുപോലെ സംഹിത എന്നുള്ള വാക്ക് തന്നെയാണ് സംഹിത എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പോൾ BNSലേക്ക് നമുക്ക് തിരിച്ച് വരാം. ഇനി പലപ്പോഴും ഇത് നീട്ടി ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് BNS എന്നുള്ള വാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം BNS എന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് 2 കാര്യങ്ങളാണ്. ഒഫൻസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ക്രിമിനൽ റോങ് എന്നുള്ള വാക്ക്, അതാണ് ഒഫൻസ്. ഒരു തെറ്റാണ്, ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒഫൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്? 2, അതിനുള്ള ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ്, പണിഷ്മെൻറ്റുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒഫൻസും പണിഷ്മെൻറ്റുമാണ് BNSൻ്റെ 2 കാര്യങ്ങൾ.
അതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒഫൻസുകളെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ തരംതിരിക്കുമ്പോൾ ഒഫൻസുകളുടെ പല തരങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് 3ആയിട്ട് തിരിക്കാം ഒഫൻസുകൾ. ഒഫൻസ് എഗൻസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒഫൻസ് എഗൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്നുള്ളത് ആദ്യ കാറ്റഗറി. 2 ഒഫൻസ് എഗൻസ്റ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് 2ാമത്തെ കാറ്റഗറി. 3 ഒഫൻസ് എഗൻസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളത് 3ാമത്തെ കാറ്റഗറി. അതായത് ഒരു ഹ്യൂമൻ ബോഡി, ഒരു വ്യക്തിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ 1ാമത്തെ കാറ്റഗറി. പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട അത് 2ാമതും. സ്റ്റേറ്റ് എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ട, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പബ്ലിക് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ 3ാമതും തിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഒരുപാട് സബ് കാറ്റഗറികളുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 3 കാറ്റഗറിയാണ്: ഹ്യൂമൻ ബോഡി, പ്രോപ്പർട്ടി, സ്റ്റേറ്റ്. ഇതാണ് പ്രധാന തരത്തിലുള്ള ഒഫൻസുകൾ. ഇനി പണിഷ്മെൻറ്റുകളിലേക്ക് വരാം. പണിഷ്മെൻറ്റ്, ശിക്ഷാ നടപടികൾ. എന്തൊക്കെയാണ് ശിക്ഷാ നടപടികൾ? ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റാണ് ചെയ്തതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ എന്തൊക്കെ തരത്തിലാണ് ശിക്ഷകൾ കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ BNSൽ പറയുന്ന ശിക്ഷാ നടപടികൾ ഇതൊക്കെയാണ്: ഡെത്ത് പെനാൽറ്റി കൊടുക്കാം, ലൈഫ് ഇംപ്രസൺമെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ റിഗറസ് ഇംപ്രസൺമെൻറ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രസൺമെൻറ്റ് കൊടുക്കാം, ഫൈൻ കൊടുക്കാം, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി കൊടുക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കാം. ഇപ്പോൾ ഈ BNSൽ പുതിയതായി കൊണ്ടുവന്ന ഒരു ശിക്ഷാ നടപടിയാണ് കമ്മ്യൂണിറ്റി സർവീസ്. അത് IPCയിൽ ഉണ്ടായിരുന്നില്ല. IPCയിൽ ഇല്ലാതെ BNSൽ പുതിയതായി വന്ന ഒരു പണിഷ്മെൻറ്റ് രീതിയാണ് കമ്മ്യൂണിറ്റി സർവീസ്. അപ്പം എന്തൊക്കെയാണ് പണിഷ്മെൻറ്റ് രീതികളെന്ന് നോക്കൂ. ഡെത്ത് പെനാലിറ്റി, ഒരു മരണശിക്ഷ വിധിക്കാം. ലൈഫ് ഇംപ്രസൺമെൻറ്റ്, ജീവപര്യന്തം ശിക്ഷ വിധിക്കാം. അതല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രസൺമെൻറ്റോ റിഗറസ് ഇംപ്രസൺമെൻറ്റോ വിധിക്കാം. റിഗറസ് ഇംപ്രസൺ എന്ന് പറഞ്ഞാൽ കഠിന തടവിന് വിധിക്കാം. അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാം. ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്ത് കണ്ട് കെട്ടാനായിട്ട് സാധിക്കും. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ട സർവീസ് ചെയ്യുക എന്നുള്ള ചെറിയ ചെറിയ തെറ്റുകൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് പോലെയുള്ള ശിക്ഷകളും പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് BNSൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ. അപ്പോൾ ഇനിയും ഈ BNSനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു തിയറി ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കഥയിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും കഥകൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു നടന്ന സംഭവം പോലെ നമുക്കൊരു കഥയിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താണ് ഒരു ഒഫൻസ് എന്നും അതിനെന്താണ് പണിഷ്മെൻ്റ് എന്നും ഈ BNSൻ്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു കഥയിലേക്ക് നേരിട്ടങ്ങ് പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാണാൻ പോകുന്ന ഒരു കഥയുടെ ഒരു ഇമേജാണ്. അപ്പോൾ ഇത് ഒരു പെൺകുട്ടി ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ സമയത്ത്, ഈ പെൺകുട്ടിയുടെ പേര് ദിവ്യ എന്നാണ്. ഈ ദിവ്യ എന്നുള്ള പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കാനായിട്ട് അരുൺ എന്നുള്ളൊരു ചെറുപ്പക്കാരൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അരുൺ ശ്രമിക്കുന്നത് ദിവ്യയുടെ ബാഗ് തട്ടിപ്പറിച്ച് ഓടാനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഈ അരുൺ ചെയ്യുന്നത് ഒരു തെറ്റാണോ? തെറ്റാണെങ്കിൽ ആ തെറ്റിനെ ഒരു ക്രിമിനൽ റോങ് അല്ലെങ്കിൽ ഒഫൻസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ അരുൺ ചെയ്യുന്നത് ദിവ്യയുടെ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ഒരു പ്രവൃത്തി. നമ്മൾ ഈ കഥയിൽ കാണുന്ന ആദ്യ പ്രവൃത്തി ഇതാണ്. അപ്പോൾ ദിവ്യ ബാഗ് വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് കണ്ടുകൊണ്ട് ഒരാൾ അടുത്ത് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വഴിയാത്രക്കാരൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ഒരു പ്രവൃത്തി വന്നു കഴിഞ്ഞു. അപ്പം സഹായത്തിനായിട്ട് ഒരു വഴിയാത്രക്കാരൻ എത്തിയിരിക്കുകയാണ്. ദിവ്യയുടെ സഹായത്തിനായിട്ട് രാജു എന്ന് പറയുന്ന ഒരു വഴിയാത്രക്കാരൻ ദിവ്യയുടെ സഹായത്തിനേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ അരുൺ അത് കണ്ട് കുറേയും കൂടെ പ്രകോപിതനായി ഒരു കത്തി പുറത്തെടുക്കുകയാണ്. അപ്പം ബാഗ് തട്ടിപ്പറിക്കാനുള്ള ശ്രമം മാറ്റിയിട്ട് ഇപ്പോൾ രാജുവിനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കത്തി കൊണ്ട് രാജുവിനെ ആക്രമിക്കുന്നു. രാജുവിന് മുറിവേൽക്കുകയാണ്. അപ്പം കത്തി എന്ന് പറഞ്ഞാൽ ഒരു മൂർച്ചയുള്ള ഒരു ഒബ്ജക്റ്റാണ്. അപ്പം അടുത്ത ഒരു തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒരു ക്രൈമാണോ എന്ന് ആലോചിക്കുക. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഈ ഒരു ഘട്ടം വരെ എത്തി. ഇതുകൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുറച്ചുകൂടെ പ്രായമുള്ള ഒരു ആൾ എത്തിയായിരുന്നു. ഇത് കണ്ടിട്ട് അദ്ദേഹത്തെ അരുൺ തള്ളി താഴെ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം വീണിരിക്കുകയാണ്. അദ്ദേഹത്തിന് വയ്യാത്ത ഒരാളാണ്, പ്രായമുള്ള ആളാണ്. ആ ഒരു വയോധികനെ തള്ളി റോഡിലേക്ക് ഇട്ടു. ഈ ഒരു സമയമായപ്പോഴത്തേനും അവിടെ ഒരു പോലീസ് ഓഫീസർ എത്തി.
പോലീസ് ഓഫീസർ ഇദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തെ തള്ളി മാറ്റി കുതറി ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിയമപാലകനുമായി പോലും ഒരു മൽപ്പിടുത്തം നടത്തുകയാണ് ഇവിടെ അരുൺ. ഇതാണ് നമ്മളുടെ കഥ. അവസാനം പോലീസ് ഇദ്ദേഹത്തെ ബലമായി കീഴ്പ്പെടുത്തുകയും ഇദ്ദേഹത്തെ കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കുറ്റങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പുറത്ത് ചാർജ് ചെയ്തിട്ടുണ്ട്. ആ ചാർജ് ചെയ്ത കുറ്റങ്ങളുമായി കോടതിയിൽ എത്തിയിരിക്കുകയാണ്. കോടതിയിൽ ഈ കേസ് കേൾക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്. കോടതിയിൽ ഇത് കേൾക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ ജഡ്ജിൻ്റെ പേരാണ്, ജഡ്ജിൻ്റെ ടൈറ്റിലാണ് മജിസ്ട്രേറ്റ്. അപ്പം മജിസ്ട്രേറ്റ് കോർട്ടിലാണ് ഈ കേസ് എടുക്കുന്നത്. മജിസ്ട്രേറ്റ് കോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം വന്നു. ഇതിൻ്റെ പണിഷ്മെൻറ്റ്, ഇത് ചെയ്തത് തെറ്റാണ് എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ മജിസ്ട്രേറ്റ് അതിന് പണിഷ്മെൻറ്റുകൾ വിധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ റോങ് അല്ലെങ്കിൽ ഒഫൻസ് അല്ലെങ്കിൽ ക്രൈം, ഇത് പല വാക്കുകളും മാറ്റി മാറ്റി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ഒരു ക്രൈം എന്നുള്ള രീതിയിൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഒരു സാധാരണക്കാരൻ കാണുന്നത് പോലെയല്ല ഒരു നിയമം പഠിച്ച ഒരാൾ അത് കാണുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ക്രൈം എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ക്രൈമുകൾക്ക് ഓരോന്നിനും എന്തൊക്കെയാണ് ശിക്ഷ എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഈ സ്റ്റോറി മനസ്സിലായാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു സ്റ്റോറി അപ്രോച്ച് കൂടെ നമ്മൾ പോകുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ BNSൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ BNSലൂടെ പഠിക്കേണ്ടത് എന്താണ്, ഇവിടെ നടന്നിട്ടുള്ള ഒഫൻസുകൾ എന്താണ്, അതിൻ്റെ പണിഷ്മെൻറ്റുകൾ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു സീനൊന്ന് ആലോചിക്കുക. ഇവിടെ അരുൺ ദിവ്യയുടെ ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ്. തട്ടിപ്പറിച്ച് കഴിഞ്ഞിട്ടില്ല, ആ അറ്റംപ്റ്റ് പൂർണ്ണമായി വിജയിച്ചിട്ടില്ല, തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, ആ അറ്റംപ്റ്റ് വിജയിച്ചില്ലെങ്കിലും അവിടെ ഒരു തെറ്റുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അവിടെ ഒരു ക്രൈം ഉണ്ടോ, അവിടെ ഒരു ഒഫൻസ് ഉണ്ടോ. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒഫൻസുകൾ എന്തൊക്കെയാണ്? BNS അറിയാവുന്ന ഒരാളാണെങ്കിൽ BNSൻ്റെ ലെൻസിലൂടെ നമ്മൾ ഈ കുറ്റകൃത്യത്തെ നോക്കിയാൽ, അപ്പോൾ ഇവിടെ സ്നാച്ചിങ് എന്നുള്ള കാര്യമാണ്. സ്നാച്ചിങ്ങിൻ്റെ ഒരു അറ്റംപ്റ്റ് ആണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷൻ 134 അവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. BNSൻ്റെ സെക്ഷൻ. അറ്റംപ്റ്റ് വിജയിച്ചിരുന്നെങ്കിൽ മറ്റൊരു സെക്ഷനായിരുന്നു. അറ്റംപ്റ്റ് വിജയിക്കാത്തൊരു അറ്റംപ്റ്റ് ആണെങ്കിൽ പോലും അവിടെ ഒരു ക്രൈം അവിടെ ഉണ്ട്. സെക്ഷൻ 134 നമുക്കവിടെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് 2 സെക്ഷനും കൂടെ നമുക്കവിടെ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. സെക്ഷൻ 62 സെക്ഷൻ 303. ഇത് 3 കൂടെ ചേർത്ത് നമുക്ക് ഈ ആദ്യത്തെ ഒരു സീനിൻ്റെ കാര്യം മാത്രം എടുത്താൽ അവിടെ തന്നെ നമുക്ക് 3 സെക്ഷനുള്ള സ്കോപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പണിഷ്മെൻറ്റ്, ഈ ഒരു ബാഗ് തട്ടിപ്പറിക്കാനുള്ള അതൊരു മോഷണ ശ്രമമാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ശ്രമത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ 2 വർഷം വരെയുള്ള തടവ് അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അതല്ലാതെയുള്ള മോഷണ ശ്രമം എന്നുള്ള വകുപ്പ്, ജനറലായിട്ടുള്ള മോഷണ ശ്രമം ചേർത്താൽ 3 വർഷം വരെയുള്ള ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഫൈന് അങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, ഇതൊരു പെറ്റി കേസാണ് എന്ന് തോന്നിയാൽ, ആദ്യമായി ചെയ്യുന്ന അരുൺ ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണ്, ഒരു കുറ്റകൃത്യമാണ്, അതൊരു പെറ്റി ക്രൈം എന്നുള്ള രീതിയിലാണെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ള BNS പുതിയതായിട്ട് ചേർത്ത ആ ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത് വിടാനുള്ള ഒരു സ്കോപ്പുണ്ട്. അത്രയും മാത്രം. ഈ ഒരു സീൻ മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവിടെ കൊണ്ട് വേണമെങ്കിൽ നിൽക്കാം. പക്ഷേ കാര്യങ്ങൾ അവിടെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ. അത് കഴിഞ്ഞ് അരുൺ എന്ത് ചെയ്തു? ഒരു മൂർച്ചയുള്ള ഒരു കത്തി പുറത്തെടുത്തു, സഹായത്തിന് വന്ന രാജുവിനെ ആക്രമിക്കുകയാണ്. അപ്പോൾ അവിടെ വയലൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുകയാണ്, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വെപ്പൺ പുറത്തെടുത്തിരിക്കുകയാണ്. അതിൽ അരുണിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ BNS ഉപയോഗിച്ച് നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്ക് നൽകാവുന്ന ശിക്ഷ എന്താണ്, ഏതൊക്കെ വകുപ്പാണ് അവിടെ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഡേഞ്ചറസ് വെപ്പൺ ഉപയോഗിച്ചിട്ടുള്ള ഹർട്ടാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ടുള്ള ഹർട്ട് എന്ന് പറയുന്നത് BNSൻ്റെ 118ാമത്തെ സെക്ഷനിലാണുള്ളത്, സെക്ഷൻ നമ്പർ 118. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺ ഉപയോഗിച്ചതിന് ശേഷം വന്നിരിക്കുന്ന
ഹർട്ട്, സിമ്പിൾ ഹർട്ട് എന്നുള്ള കാറ്റഗറിയിലാണെങ്കിൽ സെക്ഷൻ 118 ക്ലോസ് 1ഉം, അവിടെ ഗ്രീവിയസ് ഹർട്ട് ആണെങ്കിൽ സെക്ഷൻ 118 ക്ലോസ് 2 ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് സിമ്പിൾ ഹർട്ടാണോ ഗ്രീവിയസ് ഹർട്ടാണോ എന്നുള്ളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെ ആശ്രയിച്ചിരിക്കും. ഏതായാലും സെക്ഷൻ 118 ആണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കത്തി പുറത്തെടുത്തിട്ടുള്ളതാണ്. കത്തി ഇല്ലാത്ത ഒരു ആക്രമണം ആണെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഒരു സിമ്പിൾ ഹർട്ടാണെങ്കിൽ സെക്ഷൻ 115ഉം, അതല്ല കുറച്ചുകൂടി ഗ്രീവിയസ് ഹർട്ടാണെങ്കിൽ സെക്ഷൻ 117ഉം ആണ് വരുന്നത്. ഇവിടെ ഡേഞ്ചറസ് വെപ്പൺ ഉണ്ട്, അതുകൊണ്ട് സെക്ഷൻ 118 ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുക. അപ്പം അതിൽ സിമ്പിൾ ഹർട്ട് ആണെങ്കിൽ സെക്ഷൻ 118 ക്ലോസ് 1 അനുസരിച്ച് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഫൈൻ കോടതി തീരുമാനിക്കുന്ന തരത്തിലുള്ള ഇംപ്രിസൺമെൻറ്റോ ഫൈനോ കിട്ടാം. പക്ഷേ ഇവിടെ ഗ്രീവിയസ് ആയിട്ടുള്ള ഹർട്ട് ഉണ്ടെങ്കിൽ 10 വർഷം വരെയുള്ള തടവ് ലഭിക്കാം, ഫൈനും ലഭിക്കാം. അത് കുറേയും കൂടെ ഗൗരവമുള്ള ഒരു കുറ്റമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഈ ഒരു സീനിൽ കണ്ടത് കുറച്ചും കൂടെ ഗൗരവമുള്ള കുറ്റമാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വെപ്പൺ, ആയുധം ഉപയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ സെക്ഷൻ 118 ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ആയുധം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ 115 അല്ലെങ്കിൽ 117, അവിടെ സിമ്പിൾ ഹർട്ടനാണെങ്കിൽ സെക്ഷൻ 115ഉം, അവിടെ ഗ്രീവിയസ് ഹർട്ടനാണെങ്കിൽ 117 ഉപയോഗിക്കണം. ഇപ്പോൾ കൈ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 115 അല്ലെങ്കിൽ 117 ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുക. ഇനി കാര്യം ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ആദ്യം അദ്ദേഹം സഹായിക്കാൻ വന്ന ഒരു പ്രായമുള്ള ഒരാളെ തള്ളി താഴിട്ടിട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ വീഴ്ചയിൽ ഇദ്ദേഹത്തിന്, ഈ പ്രായമുള്ള ആൾക്ക് പരിക്കേറ്റിട്ടുണ്ടാവാം അല്ലേ. അത് കഴിഞ്ഞ് ഒരു പോലീസുകാരൻ വരികയെന്നും ആ പോലീസുകാരനുമായി മൽപ്പിടുത്തം നടത്തുകയും ആ നിയമപാലകനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പോലീസുകാരൻ അയാളെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സീനിൽ എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു സീനിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ചെയ്ത തെറ്റുകൾ, ഒഫൻസ് എന്താണെന്ന് നോക്കുക. ഇദ്ദേഹത്തിന് ഒരു പ്രായമുള്ള ഒരാളെ മനഃപൂർവ്വം തള്ളി താഴിടുകയാണ്. അപ്പോൾ അയാൾക്ക് മനഃപൂർവ്വം പരിക്കേൽപ്പിക്കുകയാണ്, ഒരു തള്ളിലൂടെ പരിക്കേൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് സിമ്പിൾ ഹർട്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സെക്ഷൻ 115 ചാർജ് ചെയ്യാം. പക്ഷേ ആ ഒരു വീഴ്ച മനഃപൂർവ്വം തള്ളുന്നത് വഴി അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബസ്സിൻ്റെ മുമ്പിലേക്ക് തള്ളിയിട്ടു, അല്ലെങ്കിൽ ഒരു വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിവിട്ടു, ആ ജീവന് ഭീഷണി ഉണ്ടാവുന്ന രീതിയിൽ ആണ് ആ പ്രവൃത്തിയെങ്കിൽ നമുക്കവിടെ സെക്ഷൻ 125 ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഒരു നിയമപാലകനുമായിട്ടുള്ള ആ ഒരു നിയമം പാലിക്കാനായിട്ട് ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, റെസിസ്റ്റൻസ് ടു ലോഫുൾ അപ്രിഹെൻഷൻ. അപ്പോൾ പോലീസ് ഓഫീസർക്ക് വരുത്തിയിട്ടുള്ള തടസ്സത്തിനെ ബേസ് ചെയ്തിട്ട് സെക്ഷൻ 262 കൂടെ ചാർജ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അയാൾ ചെയ്ത കുറ്റങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് 115 ഉണ്ട്, 125 ഉണ്ട്, 262 ഉണ്ട്. ഈ സെക്ഷൻസ് അനുസരിച്ച് വീണ്ടും ഇദ്ദേഹത്തിന് ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ഫൈനോ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒഫൻസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒഫൻസുകളായിട്ട് നമുക്ക് വരുന്നത്. ഇത് കോടതിയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കോടതിയാണ്, മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കാര്യം എത്തുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾക്കറിയാം, ഇദ്ദേഹം ഒരു അക്യൂസ്ഡ് ആയിട്ടാണ് കോടതിയുടെ മുമ്പിൽ എത്തുന്നത്. ഇപ്പോൾ അരുൺ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ക്രിമിനൽ എന്ന് പൊതുസമൂഹം വിളിക്കുമെങ്കിലും ഇദ്ദേഹം ഒരു അക്യൂസ്ഡ് ആണ്. അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒരു ന്യൂട്രൽ പേഴ്സൺ, അതാണ് ജഡ്ജ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്. ഇത് മജിസ്ട്രേറ്റ് ആണ് തീരുമാനിക്കേണ്ടത്. ഇദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ എന്ത് പണിഷ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പം അരുൺ ഇവിടെ നിൽക്കുന്നത് ഒരു അക്യൂസ്ഡ് ആയിട്ടാണ്. അരുൺ ചെയ്ത കുറ്റകൃത്യം പലർക്കെതിരെയാണ് അല്ലെ, ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല. ദിവ്യക്കെതിരെയുണ്ട്, രാജുവിനെതിരെയുണ്ട്, ഒരു പ്രായമുള്ള ഒരു വ്യക്തി സഹായിക്കാൻ വന്ന അദ്ദേഹത്തിനെതിരെയുണ്ട്, പോലീസ് ഓഫീസർക്കെതിരെയുണ്ട്. അപ്പം പലർക്കെതിരെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ അക്യൂസ്ഡ് ചെയ്ത കാര്യം ഒരു വ്യക്തിക്കെതിരെ അല്ല എന്നുള്ള രീതിയിലാണ്, അതൊരു സ്റ്റേറ്റിനെതിരെ ചെയ്തതായിട്ടാണ് നിയമം അതിനെ കാണുന്നത്. അപ്പോൾ ഒരു വ്യക്തി മാത്രം ഉള്ളെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്കെതിരെ ഉള്ള ഒരു ക്രിമിനൽ കുറ്റം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റിനെതിരെ, ഭരണകൂടത്തിനെതിരെ ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ വാദിയായി വരുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് വേഴ്സസ് അക്യൂസ്ഡ് എന്നുള്ള രീതിയിലാണ് കേസ് എപ്പോഴും മുമ്പോട്ട് പോവുക. അപ്പോൾ ഒരു സൈഡിൽ നിൽക്കുന്നത് അരുൺ ആണ് പ്രതി അല്ലെങ്കിൽ അക്യൂസ്ഡ്. അപ്പോൾ വാദിയായിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ളത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ആണ് ഈ കേസ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേസിൽ ചാർജ് പുഷ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്താണ് പോലീസ് നിൽക്കുക. അപ്പോൾ സ്റ്റേറ്റിൻ്റെ സൈഡിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പോലീസ് ഓഫീസർ ഈ കേസ് അന്വേഷിച്ച്
ഈ കേസിൽ എന്തൊക്കെ BNSൽ ഏതൊക്കെ നിയമത്തിൻ്റെ സെക്ഷൻസ് ആണ് ആപ്ലിക്കബിൾ എന്ന് കണ്ടുപിടിച്ച് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കോടതിയിൽ എത്തുന്ന പോലീസാണ്. പിന്നെ ഈ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുള്ള വക്കീലിനെ വിളിക്കുന്നത് പേരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടാവും പ്രോസിക്യൂഷൻ സൈഡിൽ. ആ പ്രോസിക്യൂഷൻ്റെ സൈഡിലുള്ള വിറ്റ്നസ്സുകളും ഉണ്ടാവും. അപ്പം പ്രോസിക്യൂഷൻ്റെ സൈഡിലുള്ള ഇവിടെ വിറ്റ്നസ്സായിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ള വിക്ടിംസ് തന്നെ വിറ്റ്നസ്സുകളാണ്. ഇവിടെയുള്ള വിക്ടിംസ് ആരൊക്കെയാണ്? ഇവിടെ ദിവ്യയുണ്ട്, അതേപോലെ രാജു ഉണ്ട്, അതേപോലെ പ്രായമുള്ള ആ ഒരു അദ്ദേഹമുണ്ട്, അതേപോലെ ഈ പോലീസ് ഓഫീസറും ഉണ്ട്. അപ്പം ഇവിടെ പ്രോസിക്യൂഷൻ സൈഡിൽ പല വിറ്റ്നസ്സുകളും ഉണ്ട്. ഇനി അക്യൂസ്ഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അക്യൂസ്ഡ് ആയിട്ട് ഒരാളുണ്ട്. ഇവിടെ അരുണാണ് അക്യൂസ്ഡ്. അപ്പോൾ അരുണിൻ്റെ സൈഡിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. അരുണിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടൊരു വക്കീൽ വരും. അരുൺ ഒരു വക്കീലിനെ വെച്ചിട്ട് അരുണിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അരുൺ ശ്രമിക്കും. ആ വക്കീലിൻ്റെ പേരാണ് ഡിഫൻസ് ലോയർ അല്ലെങ്കിൽ ഡിഫൻസ് കൗൺസിൽ എന്ന് വിളിക്കുന്നത്. അരുണിൻ്റെ ലോയർ ആയിരിക്കും. ആ ഡിഫൻസ് ലോയറും ഡിഫൻസ് വിറ്റ്നസ്സുകളെ ഹാജരാക്കും. ആവശ്യമാണെങ്കിൽ ഡിഫൻസ് വിറ്റ്നസ്സുകളെ ഹാജരാക്കും. അപ്പം ഒരു സൈഡിൽ പ്രോസിക്യൂഷൻ, മറ്റേ സൈഡിൽ ഡിഫൻസ്. അങ്ങനെയാണ് കോടതിയിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. ഇനി കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ പോലീസ് സബ്മിറ്റ് ചെയ്യുന്നതിനെ ചാർജ് ഷീറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ചാർജ് ഷീറ്റ് നോക്കിയിട്ട് ഏതൊക്കെ ചാർജാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അപ്പം പ്രോസിക്യൂഷൻ ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 134, 62, 303, 118, 115, 125, 262 അങ്ങനെയുള്ള വകുപ്പുകളൊക്കെയാണ് പ്രോസിക്യൂഷൻ ചാർജ് ചെയ്തിരിക്കുന്നത്. അതിലെ പണിഷ്മെൻറ്റുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് BNSലെ 4-ാം വകുപ്പിലാണ് പണിഷ്മെൻറ്റുകളെ പറ്റി പറയുന്നത്. അതിനനുസരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡെത്ത് പെനാൽറ്റി തൊട്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഡെത്ത് പെനാൽറ്റി വരുന്നില്ല. ഡെത്ത് പെനാൽറ്റി സാധാരണ ഒരു റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസിലാണ് വരുന്നത്. ഈ ഒരു കേസ് അതിൻ്റെ പരിധിയിൽ വരുന്നില്ല. പക്ഷേ അവിടെ ഇംപ്രിസൺമെൻറ്റ്, ഫൈന്, കമ്മ്യൂണിറ്റി സർവീസ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതിൽ കോടതിയാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്നാച്ചിങ് എന്നുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ട്, അതുപോലെ ആയുധം ഉപയോഗിച്ചിട്ടുള്ള ഹർട്ട്, വെപ്പൺ ഹർട്ടുണ്ട്, അതിൽ ഗ്രിവിയസ് ഹർട്ട് ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട 10 വർഷം വരെ വേണമെങ്കിൽ ഇംപ്രിസൺമെന്റ് വിധിക്കാവുന്ന കാര്യമാണ്, ഫൈൻ കൊടുക്കാം. അതല്ല അത്രയ്ക്കുള്ള ഗൗരവമുള്ള കാര്യം ഇല്ല എന്ന് ആണ് ഡിഫൻസ് ലോയർ പറഞ്ഞു വെച്ചത് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ചെറിയ ശിക്ഷയായിരിക്കാം കിട്ടുക. ചിലപ്പോൾ ഉന്തി തള്ളി മുറിഞ്ഞു എന്നുള്ള രീതിയിൽ ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് കോടതിക്ക് തോന്നുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെൻ്റ് ആയിരിക്കും ഈ കേസിൽ ലഭിക്കുക. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ഒരു ടിപ്പിക്കൽ ഒരു കേസാണ് നമ്മൾ BNS പഠിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ പലപ്പോഴും കാണാൻ സാധ്യതയുള്ള ഒരു കേസാണ്. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് BNS ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. അപ്പം BNSലെ പറ്റി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. കുറച്ച് വകുപ്പുകൾ നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോയി. അങ്ങനെ പഠിച്ചത് എന്തൊക്കെയാണ്? സ്നാച്ചിങ്ങിൻ്റെ അറ്റംപ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 134, അതേപോലെ സെക്ഷൻ 62 വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. വെപ്പൺ ബേസ്ഡ് ആയിട്ടുള്ള ഹർട്ടാണെങ്കിൽ സെക്ഷൻ 118, ക്ലോസ് 1 അത് സിമ്പിൾ ഹർട്ടാണെങ്കിൽ, ഗ്രിവിയസ് ഹർട്ടാണെങ്കിൽ സെക്ഷൻ 118 ക്ലോസ് 2. ഇനിയും തള്ളി വീഴുന്നത് വഴി ഒരു മനഃപൂർവ്വമുള്ള ഒരു പുഷ്, അതിൽ സിമ്പിൾ ഹർട്ടാണെങ്കിൽ 115ഉം അതിൽ ഗ്രിവിയസ് ഹർട്ടാണെങ്കിൽ 117ഉം. ഇനിയും ഒരു ജീവന് ഭീഷണി ഉണ്ടാവുന്ന രീതിയിൽ ആണ് ആ ഒരു ആക്ടിവിറ്റി എങ്കിൽ അവിടെ സെക്ഷൻ 125 ആണ് ചേർക്കേണ്ടത്. ഇനി പോലീസിനെ പോലെയുള്ള ആൾക്കാരെ അവരുടെ നിയമത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് അവിടെ സെക്ഷൻ 262 ചാർജ് ചെയ്യാം എന്ന് മനസ്സിലായി. പിന്നെ പണിഷ്മെൻറ്റിൻ്റെ ടൈപ്പുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 4 ആണ് എന്ന് മനസ്സിലായി. അവിടെ കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ള പുതിയ പണിഷ്മെൻറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 4F ആണ് എന്നും നമ്മളിവിടെ കണ്ടു. ഇനി അതേപോലെ തന്നെ ഇതൊരു ചെറിയ ഒരു കാര്യമാണ്, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പെറ്റി തെഫ്റ്റ് ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സെക്ഷൻ 303 ക്ലോസ് 2 അനുസരിച്ച് കമ്മ്യൂണിറ്റി സർവീസിൻ്റെ പോസിബിലിറ്റിയും അവിടെ ഉണ്ട് എന്നും മനസ്സിലായി. കമ്മ്യൂണിറ്റി സർവീസിനെ പറ്റി പറയുന്നത് സെക്ഷൻ 303 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് BNSൻ്റെ ഒഫൻസുകളെ പറ്റിയും പണിഷ്മെൻറ്റുകളെ പറ്റിയും നമ്മൾ ഒന്നും കൂടെ ഒന്ന് നോക്കുക. ഇതാണ് BNSൻ്റെ ബേസിക് സ്ട്രക്ചർ. BNSൽ 3 തരം ഒഫൻസുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഒഫൻസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി, ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, ഒഫൻസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റ്.
ഇനി പണിഷ്മെൻറ്റ്, ഡെത്ത് പെനാൽറ്റി, ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, റിഗറസ് അല്ലെങ്കിൽ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ്, ഫൈന്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, കമ്മ്യൂണിറ്റി സർവീസ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇത് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒഫൻസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ അകത്ത് എന്തൊക്കെ സബ് കാറ്റഗറീസ് ആണ് വരുന്നത്, ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടിക്കകത്ത് എന്തൊക്കെ സബ് കാറ്റഗറീസ് ആണ്, സ്റ്റേറ്റിന് അഗൈൻസ്റ്റ് അതിൻ്റെ അകത്ത് എന്തൊക്കെ സബ് കാറ്റഗറിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അത് ഒക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മളത് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പല പരീക്ഷകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അത് തയ്യാറാക്കിയിരുന്നത്. ക്ലാറ്റ് എക്സാമിന്, അതുപോലെ LLB പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് സഹായിക്കത്തക്ക രീതിയിലും, അതുപോലെ EIB പോലെയുള്ള പരീക്ഷകൾ LLBക്ക് ശേഷം ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും PDF രൂപത്തിലുള്ള സ്റ്റഡി മെറ്റീരിയലുകളും കുറച്ച് പരീക്ഷകളും ഒക്കെ അടങ്ങുന്ന കോഴ്സുകൾ ഓൺലൈനായിട്ട് ലാപ്ടോപ്പ് ഉപയോഗിച്ചോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ എടുക്കത്തക്ക രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് clearllb.com എന്നുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ യൂട്യൂബിൽ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞങ്ങൾ പിങ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ അമർത്തിയാൽ ഇനിയും ഇതുപോലെ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുപോലെ തന്നെ clearllb.com എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 9605741000. ഈ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.